നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ SBI കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെ ഏകദേശം ഈ സമയത്താണ് വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നത്. SBIയിൽ നിന്ന് എനിക്കുണ്ടായ ഒരു ദുരനുഭവം ഒന്നിലധികം തവണ ഉണ്ടായി. പക്ഷെ ഇന്നലെ ഉണ്ടായ വലിയ സാമ്പത്തിക നഷ്ടവും അത് വീണ്ടെടുത്ത് തരാൻ കഴിയാത്ത മാനേജറുടെ നിസ്സംഗമായ നിലപാടുകളും മറ്റ് ബ്രാഞ്ചുകളിലെ ആൾക്കാരുടെ നിസ്സഹകരണവും അതുപോലെ എന്ത് ചെയ്യണമെന്നറിയാതെ മേലോട്ട് നോക്കി നിന്ന എന്റെ കഷ്ടപ്പാടുകളും എല്ലാം ചേർത്തുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ആ വീഡിയോ വന്ന് 24 മണിക്കൂറിന് തികയുന്നതിന് മുമ്പ് അതിന് പരിഹാരമായിരിക്കുകയാണ്. ആ വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് എന്റെ വീഡിയോ കാണുന്ന SBIയിലെ മറ്റു ബ്രാഞ്ചുകളിലെ മാനേജർമാർ, നിങ്ങൾക്ക് കൂടി അറിയാത്ത കാര്യമാണ്. ഇത് എന്റെ ബ്രാഞ്ചിലെ മാനേജർക്ക് അറിയില്ലായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് വരെ നിരന്തരം ഞാൻ പ്രസ് ചെയ്ത് ഓരോരോ മേഖലയിൽ ബന്ധപ്പെട്ട് അവസാനം ഇന്ന് രാവിലെ ഞാൻ ചെയ്ത അറ്റകൈ, അവിടെ നിന്നാണ് എന്റെ സൊല്യൂഷൻ വന്നു തുടങ്ങുന്നത്. ബാങ്കിംഗ് മേഖലയിൽ പ്രത്യേകിച്ച് SBIയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഇത്തരം വീഴ്ചകൾ പരിഹരിക്കുന്നതിന് വേണ്ടി എനിക്ക് കിട്ടിയിട്ടുള്ള ചില നിർദ്ദേശം എന്ന് പറയുന്നത്, ഒന്ന്, ഓംബഡ്സ്മാന്റെ അടുത്ത് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എല്ലാവരും ഒരേ വകുപ്പ് തന്നെയാണ്. ഒരു ഭാഗത്ത് കിട്ടിയതാണ്. മറ്റുള്ളവർ ചിലർ പറഞ്ഞു ഓംബഡ്സ്മാനിൽ നിങ്ങൾ പരാതി കൊടുക്കണം, അപ്പൊ ശരിയായിക്കോളും. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ വന്നു. ഏതായാലും ഓംബഡ്സ്മാൻ മുതൽ തുടങ്ങാം എന്ന് ഞാൻ കരുതി. അതിനുവേണ്ടി കുറെ അടിസ്ഥാന കാര്യങ്ങൾ അറിയണമല്ലോ. അങ്ങനെ അടിസ്ഥാന കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ഓംബഡ്സ്മാന്റെ ഗൂഗിൾ സെർച്ച് നടത്തിയിട്ട് കിട്ടിയ 14448 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു. മലയാളത്തിൽ ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു തന്നത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രാഞ്ച് മാനേജർക്ക് രേഖാമൂലം ഒരു പരാതി കൊടുക്കണം. ഒന്നുകിൽ ബാങ്കിന്റെ ഔദ്യോഗിക ഇമെയിലിൽ വിശദമായി പരാതി എഴുതി നിങ്ങൾ അയക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്ത് രസീത് വാങ്ങണം, കംപ്ലൈന്റ് കിട്ടിയെന്ന് വാങ്ങണം. ഇതാണ് പ്രാഥമികമായി ആദ്യം ചെയ്യേണ്ടത്. ഞാൻ ഈ അക്കൗണ്ട് ബ്ലോക്കായ ആ സമയം മുതൽ മാനേജറുമായി ബന്ധപ്പെട്ട സമയവും അതിന്റെ കോണ്ടാക്ട് നമ്പരും അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ മെയിൽ അയക്കുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും വിശദമായി പച്ച മലയാളത്തിൽ എഴുതി ഈ പറഞ്ഞ കൂരിയാട് ബ്രാഞ്ച് മാനേജർക്ക് ഇമെയിലിൽ ഞാൻ അയച്ചിട്ട് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു പരാതി അയച്ചിട്ടുണ്ട്, ഇമെയിൽ അയച്ചിട്ടുണ്ട്, അതിന്റെ PDF കോപ്പി ഞാൻ മെയിലിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അത് ഒന്ന് പ്രിന്റ് എടുക്കുക, വേണ്ട നടപടികൾ സ്വീകരിക്കുക. ഇതാണ് ആദ്യം ചെയ്തത്. ഇത് ചെന്നതിന്റെ കൂട്ടത്തിൽ മറ്റു ചില കോളുകൾ മറ്റു പല ഭാഗത്തുനിന്നും വന്നു. ഇത് പരിഹരിച്ചു കൊടുക്കേണ്ടത് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും എന്ന് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രാഞ്ച് മാനേജർ അതിന് പരിഹാരം ഉണ്ടാക്കാൻ തയ്യാറായി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ ഞാൻ ഏകദേശം ഈ സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 4:59-നാണ്. ഞാൻ ബ്രാഞ്ചിൽ ചെന്ന സമയത്താണ് എനിക്ക് ഈ കടലാസ് പ്രിന്റ് എടുത്ത് തന്നത്. അതായത് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൈസ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, ഇത്ര $, ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്നും അത് 22/11/2024 അങ്ങനെയാണ് ടിൽ ഡേറ്റ് എന്ന് പറയുമ്പോൾ ആ ദിവസം മുതൽ ഈ ദിവസം വരെ. പക്ഷെ എനിക്ക് സ്റ്റേറ്റ്മെന്റ് 20 മുതൽ തന്നു കേട്ടോ. 20 മുതൽ ഇന്നലെ വരെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ദിവസത്തിനുള്ളിൽ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല എന്നും അദ്ദേഹം എനിക്ക് എഴുതി തന്നു, സീൽ ചെയ്ത് തന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഗൂഗിളിലേക്ക് ഞാൻ മെയിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോ ആ മെയിലിൽ അവർ സ്വീകരിക്കില്ല, പകരം ഗൂഗിളിൽ ചാറ്റ് ചെയ്യാണ് ചെയ്യുക. ഗൂഗിളിലെ സപ്പോർട്ട് മെയിലിലേക്ക് ചെയ്ത സമയത്ത് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിൽ തന്നെ തന്നിരുന്നു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാറ്റ് ചെയ്ത് എന്റെ വിവരം ഞാൻ അറിയിച്ചു. അതിൽ പ്രകാരം അവർ കൃത്യമായ വിവരങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. കംപ്ലൈന്റ് അവർ സ്വീകരിച്ച് ഒരു ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്, 15 ദിവസം വെയിറ്റ് ചെയ്യാനും പറഞ്ഞു. അതവിടെ അവസാനിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതായത് നമ്മൾ ഗൂഗിളിലേക്ക് ഫയൽ അറ്റാച്ച് ചെയ്യുന്ന പരിപാടി ഇപ്പൊ ഇല്ല, എല്ലാവരും ചാറ്റിലേക്ക് കൊടുത്താൽ മതി. അപ്പൊ ഈ സാധനം വേസ്റ്റായി, ഇന്നലെ എടുത്തത് വേസ്റ്റായി. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ എനിക്ക് കിട്ടിയ വിവരം, ഓംബഡ്സ്മാന്റെ കസ്റ്റമർ കെയറിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് ഞാൻ ഒരു പരാതി എഴുതി കൊടുത്തു. ആ പരാതി പ്രകാരം അവർ അന്വേഷിക്കാൻ തയ്യാറായി. എന്ത് ചെയ്യണമെന്ന് കൃത്യമായി മനസ്സിലാക്കി പല ഭാഗത്തും വിളിച്ചു. ഇന്ന് വൈകുന്നേരം ഒരു 3 മണിയോടുകൂടി എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആയി, മുഴുവൻ തുകയും ക്രെഡിറ്റ് ആയി. ഞാൻ എന്താണ് ചെയ്തത് എന്ന് പറയാം. ബ്രാഞ്ച് മാനേജേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതെങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് എന്ന് പറഞ്ഞുതരാം. ആദ്യം സംഭവിച്ചത് എന്താണ് എന്ന് പറയണം, എന്നിട്ടാണ് നമ്മൾ അതിന്റെ സൊല്യൂഷൻ പറയേണ്ടതില്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവൂല. സംഭവിച്ചത്, നോർമൽ കേസിൽ ഗൂഗിളിന്റെ പേയ്മെന്റുകൾ വരുന്നത് 21-ാം തീയതിയാണ്. എല്ലാ മാസവും 21-ാം തീയതിയാണ് മിക്കവാറും എല്ലാവർക്കും 21 മുതൽ ഒരു 27-ാം തീയതി വരെ ഇതിനുള്ളിലാണ് എല്ലാവർക്കും പേയ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 23-ാം തീയതിയാണ് പൊതുവെ എല്ലാവർക്കും പൈസ അവരുടെ ഗൂഗിൾ റവന്യൂ കയറിക്കൊണ്ടിരിക്കുന്നത്.
ഈ 21-ാം തീയതിക്കും 2 ദിവസം മുമ്പോ അല്ലെങ്കിൽ 20-ാം തീയതിയോ 19-ാം തീയതിയോ ഒക്കെ ആയിട്ട് ഒരു ഇന്റിമേഷൻ മെയിൽ ഗൂഗിളിൽ നിന്ന് വരും. അതായത് ആഡ്സെൻസിൽ നിന്ന് നിങ്ങൾക്ക് ഇത്ര ഡോളർ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അത് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഇന്റിമേഷൻ മെയിൽ വരുന്നത്. ആ മെയിൽ വന്ന് പിറ്റേ ദിവസം 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ഇന്റിമേഷൻ മെസ്സേജ് SMS ആയി നിങ്ങളുടെ ഫോണിലേക്ക് എത്തും. നിങ്ങളുടെ ബാങ്ക് ഏത് നമ്പറിലാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് എത്തും. ഇത്ര ഡോളർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഉടനെ ക്രെഡിറ്റ് ആകും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വരും. ഇങ്ങനെ ഫോറിൻ പണം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എല്ലാ സമയത്തും ഇത്തരത്തിലുള്ള മെസ്സേജ് വരും എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അത്തരത്തിലൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ 24 അവേഴ്സിനുള്ളിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇതുവരെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി അഥവാ അതൊരു ഹോളിഡേ ആണെങ്കിൽ, ഒരു അവധി ദിവസമാണെന്നുണ്ടെങ്കിൽ 48 അവേഴ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് ഒരു നോർമൽ പ്രോസസ്സായിട്ട് കാണുന്നത്. അത് തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചത്. കാരണം എനിക്ക് മെസ്സേജ് കിട്ടിയിരുന്നു, ഒരു ഇന്റിമേഷൻ മെസ്സേജ് കിട്ടിയിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള സമയത്ത് ഇദ്ദേഹം അത് ശരിയായ സമയത്ത് അത് ബ്ലോക്ക് മാറ്റി തരാത്തത് കൊണ്ട് നടന്നില്ല. ഇവിടെ എൻ്റെ മാനേജർക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത്, എന്നെ ധാരാളം പേർ ഈ മാസം പേയ്മെന്റ് വൈകിയതുകൊണ്ട് പലരും വിളിച്ച സമയത്ത് തിങ്കളാഴ്ച വരെ ആർക്കും കിട്ടിയിരുന്നില്ല. തിങ്കളാഴ്ച 10 മണിക്കും 12 മണിക്കും ഇടയിലുള്ള സമയത്താണ് എല്ലാവർക്കും പേയ്മെന്റ് കിട്ടിയിട്ടുള്ളത്. അതിനർത്ഥം ഞാൻ രാവിലെ മാനേജറെ വിളിച്ചു പറഞ്ഞത് 10 മണിക്കാണ്. ആ സമയത്ത് തന്നെ ഡോക്യുമെന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം KYC അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ആ സ്റ്റോപ്പ് നീക്കിയിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ലായിരുന്നു. അതാണ് മാനേജർക്കുണ്ടായ ഒന്നാമത്തെ അനാസ്ഥ. അതോടെ നിൽക്കട്ടെ, എന്തായാലും പറ്റിയതിനു ശേഷം പിന്നീട് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരാളായിരുന്നു അദ്ദേഹം. ചെയ്യേണ്ടത് ഇതാണ്, കസ്റ്റമർ ചെയ്യേണ്ടത് ബാങ്കിലേക്ക് അപേക്ഷ കൊടുക്കുക. ഒരു അപേക്ഷ കൊടുത്തിട്ട് അത് പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 30 ദിവസം വരെയാണ് വെച്ച് താമസിപ്പിക്കുന്നു പറയുന്നത്. മിക്കവാറും അവർ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരും. 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുശേഷം നിങ്ങൾ ഓംബുഡ്സ്മാനിലേക്ക് അല്ലെങ്കിൽ കൺസ്യൂമർ ഫോറത്തിലേക്ക് നിങ്ങൾക്ക് പോകാം, അപ്പലേറ്റ് അതോറിറ്റിയിലേക്ക്, മറ്റ് കേസിന് വഴക്കിന് പോകാം. നിങ്ങളുടെ ഹോം ബ്രാഞ്ചിൽ പരാതി കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ വലിയ ഗുണമുണ്ടാവില്ല എന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. തെറ്റാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റായി രേഖപ്പെടുത്തുക, എനിക്കത് മനസ്സിലാക്കാം. ഇനി പോയ പണം എങ്ങനെയാണ് കിട്ടിയതെന്ന് ഞാനൊന്ന് പറയാം. ഇത് ശരിക്കും ഒരു ഡോളർ വരവാണ്. അതായത് ഒരു ഡോളറായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു ഫോറക്സ് മണിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ ഫോറക്സ് മണി എന്ന് പറഞ്ഞത് എല്ലാ ബ്രാഞ്ചിലും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ എൻ്റെ ബ്രാഞ്ചിലേക്ക് പണം വന്നു, പക്ഷെ അത് ഇന്റിമേഷൻ മാത്രമാണ് വന്നത്, പണം എത്തിയില്ല. പക്ഷെ അപ്പോഴേക്കും ബാങ്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു നോഡൽ ബ്രാഞ്ച് ഉണ്ടാവും. അതായത് കുറച്ച് SBIന്റെ കുറച്ച് ബ്രാഞ്ചുകൾക്ക് ഒരു നോഡൽ ബ്രാഞ്ച് ഉണ്ടാവും. ആ നോഡൽ ബ്രാഞ്ചിന്റെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി കിടക്കുകയാണ് ചെയ്യുക. ഇത് അവിടെ കിടക്കും, അവിടെ പാർക്ക് ചെയ്തേക്കാന്നാ പറയാം, അവിടെ പാർക്ക് ചെയ്യും. ഇത് ഈ ഹോം ബ്രാഞ്ചിൽ, ഉദാഹരണത്തിന് എൻ്റെ ബ്രാഞ്ച് കൂരിയാട് ബ്രാഞ്ചാണ്. കൂരിയാട് ബ്രാഞ്ചിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നോക്കിക്കഴിഞ്ഞാൽ ഈ പാർക്ക് ചെയ്തേക്കുന്ന പണം കാണില്ല. ഇതാണ് ഒന്നാമത്തെ വിഷയം. ഇത്തരത്തിൽ നോഡൽ ബ്രാഞ്ചിൽ, അതായത് ഫോറക്സ് നോഡൽ ബ്രാഞ്ച്, അതിലേക്ക് പോയി കിടക്കുകയാണെന്ന് അറിയാത്ത മാനേജർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അത് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കടലാസ് സ്റ്റേറ്റ്മെന്റ് ഗൂഗിളിൽ അയക്കാൻ എനിക്ക് തന്നത്. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പരാതി അദ്ദേഹത്തെ ബാധിക്കുമെന്ന് അദ്ദേഹം മനസ്സിലായിക്കൊണ്ട് ഇതുവരെ ചിന്തിക്കാതിരുന്ന അദ്ദേഹം ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുകയും അദ്ദേഹം മറ്റുള്ളവരെ ഒക്കെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള അവരുടെ മറ്റ് ഭാഗങ്ങളിലൊക്കെ വിളിച്ച് ചോദിച്ച് കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മളെ നിയറസ്റ്റ് ബ്രാഞ്ചായിട്ട്, ഇത് നോഡൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് കൊണ്ടോട്ടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വിളിച്ച് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന പണം കണ്ടെത്തി അത് എൻ്റെ അക്കൗണ്ടിലേക്ക് റിലീസ് ചെയ്യാണ് ചെയ്തത്. ശരിക്കും ഇത് ചെയ്യേണ്ടിയിരുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാണ്. അന്ന് ചെയ്യേണ്ടതാണ്. വെള്ളിയാഴ്ച വരെ ഇത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാറുന്നത് അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമർ, ഞാൻ ഈ വയലന്റായി ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇത് ചെയ്തത്. മാത്രമല്ല ഇന്നലെ ഇട്ട വീഡിയോ അത് അത്യാവശ്യം നല്ല റീച്ചായി. അത് ഈ പ്രദേശത്തൊക്കെ വലിയ ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് ഏതൊരു ബാങ്കിങ് സംവിധാനത്തിനും ഒരു പ്രശ്നം തന്നെയാണ്. നിങ്ങൾക്കറിയാം, ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളിൽ ബഹുഭൂരിപക്ഷവും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാങ്കിങ്ങിന്റെ പ്രശ്നമല്ല, ബാങ്ക് കൃത്യമായി ഇൻഫർമേഷൻ തരാത്തതാണ്. ഉദാഹരണത്തിന് KYC അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പ് നമുക്ക് വിവരം തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യും. അവഗണിച്ചാൽ പിന്നെ നമുക്ക് പണിയെടുക്കാം. ഇനി അഥവാ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ തരാൻ അറിയില്ല. അതിന്റെ പ്രധാന പ്രശ്നം SBI SPT 2 ബാങ്കുകൾ യോജിച്ചു കഴിഞ്ഞപ്പോൾ ഒരുമാതിരി ഈ ബാങ്ക് ഓഫ് ബറോഡന്റെ കൂട്ടാണ് ഈ SBIന്റെ ഒരു അവസ്ഥ. മേലുദ്യോഗസ്ഥന്മാർ മിക്കവാറും ഹിന്ദിക്കാരാണ്, ഇംഗ്ലീഷ് അറിയുന്നവർ ആയിക്കൊള്ളണമെന്നില്ല. ഈ ബ്രാഞ്ചിൽ ഇരിക്കുന്നവർക്ക് അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാൻ നിവൃത്തിയില്ല. ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളും ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ്
ഇത് ഇവർ ബുദ്ധിമുട്ടുന്നത്. മാത്രമല്ല ഈ ബ്രാഞ്ച് മാനേജേഴ്സായിട്ട് വരുന്നവർക്ക് ഒന്നും അറിയില്ല. ഉദാഹരണത്തിന് എന്റെ കാര്യം തന്നെ, ഈ പണം എവിടെ പോയി പാർക്ക് ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഞാനിത് 4 ദിവസം മുമ്പേ പറയുന്നുണ്ട്, സാർ എനിക്ക് ഇന്റിമേഷൻ വന്നതുകൊണ്ട് ഇത് SBIന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി പാർക്ക് ചെയ്തിട്ടുണ്ടാവും, സാർ ആ പാർക്കിംഗ് സ്പേസ് ഒന്ന് കണ്ടെത്തിയിട്ട് അവിടുന്ന് സാധനം ഒന്ന് റിലീസ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി എന്ന് ഞാൻ അപ്പോഴും പറയുന്നുണ്ട്. അത് സാമാന്യ യുക്തിയാണ്. പക്ഷെ ആ യുക്തി അദ്ദേഹത്തിന് പോയില്ല. അദ്ദേഹം നോക്കിയെടുത്തൊന്നും കണ്ടില്ല. അതുകൊണ്ട് സാധനം ഇല്ല എന്ന് തീരുമാനിച്ചിട്ടാണ് എനിക്ക് കടലാസ് തന്നത്. പിന്നെ ആരാണ് ഇത് റിലീസ് ചെയ്യിക്കേണ്ടത്? നമ്മുടെ ബ്രാഞ്ചിലെ മാനേജർ ഈ നോഡൽ ബ്രാഞ്ചിലേക്ക് നമ്മുടെ അക്കൗണ്ട് വിവരങ്ങളെല്ലാം കൈമാറിയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള പണം സെയിം അക്കൗണ്ട് വിവരങ്ങളാണല്ലോ നമ്മൾ പാർക്ക് ചെയ്യുന്ന എമൗണ്ടിൽ ഉണ്ടാകുക. ആ എമൗണ്ടിലുള്ള ആ വിവരങ്ങളോട് മാച്ച് ചെയ്തിട്ട് ആ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് റിലീസ് ചെയ്ത് തരികയാണ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ ബാങ്ക് മാനേജർക്ക് അറിയാത്തത് കൊണ്ടാണ്. ഈ മാനേജർക്ക് മാത്രമല്ല, സമീപത്ത് ഞാൻ വിളിച്ചിട്ടുള്ള ഒട്ടുമിക്ക ബാങ്ക് മാനേജേഴ്സും അവർക്ക് അറിയില്ല. ഇതാണ് വസ്തുത. അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. മറ്റൊരു കാര്യം കൂടെ പറയാം. SBIയിൽ യൂണിയൻ ഉണ്ട്, അവരെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയോ പറയണ്ടായി. അത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. തെളിവില്ല. ശരിയാണെന്ന് തോന്നാൻ കാരണം, ഈ പറഞ്ഞ മാനേജർക്കെതിരെ ബ്രാഞ്ചിനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി അതിന്റെ അപ്പലേറ്റ് അതോറിറ്റിയുടെ കോൺടാക്ട് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ചിൽ നിന്നും ആരും തരാൻ തയ്യാറല്ല. പകരം അവർ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അവർക്ക് അറിയാവുന്ന സൊല്യൂഷൻസ് ഈ മാനേജർക്ക് പറഞ്ഞു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സൊല്യൂഷൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ രേഖാമൂലം സംഭവിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഭാഷയിൽ കൃത്യമായ ഒരു വെള്ള പേപ്പറിൽ എഴുതി പോകാൻ പറ്റുന്ന കൊണ്ടുവന്ന് കൊടുക്കുക. അല്ലെങ്കിൽ ബാങ്കിലേക്ക് വിളിച്ചിട്ട് ഇമെയിൽ വാങ്ങിയിട്ട് ഇമെയിൽ ചെയ്ത് കൊടുക്കുക. പരിഹാരം കിട്ടും. എന്നിട്ടും പരിഹാരം ആയില്ല എന്നുണ്ടെങ്കിൽ മറ്റു നിയമ നടപടികളിലേക്ക് പോകാം. ഇത്തരത്തിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇത് ഫോറക്സിന്റെ നോഡൽ ബ്രാഞ്ചിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടാക്കുക, നിങ്ങൾ അവിടെ നമ്മുടെ അക്കൗണ്ട് വിവരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ഫണ്ട് റിലീസാക്കാൻ പറയാം. ഇത് യൂട്യൂബേഴ്സിനും മറ്റു ഫേസ്ബുക്കിൽ നിന്ന് റവന്യൂ വരുന്നവർക്കാണ്. ഏതായാലും എന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതിങ്ങനെയാണ്. ഒരു വീഡിയോയ്ക്ക്, അതായത് യൂട്യൂബിന്, സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾക്ക് ഇത്രയധികം പവർ ഉണ്ട്. മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ഒരു അപേക്ഷയ്ക്ക്, ഒരു ആപ്ലിക്കേഷന് സ്വന്തം ജോലി പോകും എന്ന് ഉറപ്പുള്ള ഒരു സന്ദർഭത്തിൽ ഇത്രയേറെ മൂല്യമുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർ വന്ന് കമന്റുകൾ എഴുതിയിട്ടുണ്ട്. ആ വീഡിയോ അത്യാവശ്യം റീച്ച് ആകുകയും ചെയ്തു. അതുകൊണ്ടാണ് എന്റെ പ്രശ്നം വളരെ പെട്ടെന്ന് തന്നെ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ പരിഹരിക്കപ്പെട്ടത്. അപ്പോൾ എന്റെ പ്രേക്ഷകർക്കും ഇതെല്ലാം പരിഹരിച്ച മറ്റുള്ളവർക്കും എല്ലാം എന്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു.